നമസ്കാരം. ഇസ്ലാം മതം യാദൃശികമായി ഉണ്ടായതല്ല, ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായതാണ്. ദൈവം അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് ഇസ്ലാം മതം ഉണ്ടായത്. ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത തൻ്റെ ജനത്തെ നൂറ്റാണ്ടുകളായി ആക്രമിക്കുന്ന ഇസ്ലാം മതത്തിനെ ഇത്രമാത്രം ഉയർത്തിയത് എന്തിനാണ്? അതിനുള്ള കൃത്യമായ മറുപടി ബൈബിൾ പറയുന്നുണ്ട്. ഹായ്, ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. നിന്റെ സന്തതികളെ ഭൂമിയിലെ പൊടി പോലെ ആക്കും ഞാൻ എന്നായിരുന്നു അത്. എന്നാൽ അബ്രഹാമിൻ്റെ ഭാര്യ വളരെ വൃദ്ധയായി മാറിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ദൈവവാഗ്ദാനം നിറവേറ്റുവാൻ ഹാഗർ എന്ന തൻ്റെ ഈജിപ്ഷ്യൻ യുവതിയിൽ അബ്രഹാമിന് ഒരു കുട്ടി ഉണ്ടാകുവാൻ അബ്രഹാമിനോട് അഭ്യർത്ഥിക്കുന്നു. ദൈവവാഗ്ദത്തം പോലെ അബ്രഹാമിനും ഹാഗറിനും ഒരു ആൺകുട്ടി പിറന്നു. ഇസ്മയിലിന് അവന് പേര് നൽകി. ആ സമയം അബ്രഹാമിന് 86 വയസ്സായിരുന്നു. എന്നാൽ അത്ഭുതമെന്ന പോലെ അബ്രഹാമിന്റെ ഭാര്യ സാറ ഗർഭിണിയാകുന്നു. അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ ഇസഹാക്ക് എന്ന ഒരു ആൺകുഞ്ഞിന് സാറ ജന്മം നൽകി. ഇപ്പോൾ അബ്രഹാമിന് 2 ആൺമക്കൾ പിറന്നിരിക്കുന്നു. ഒന്ന് സാറയിലും മറ്റൊന്ന് ദാസിയായ ഹാഗറിലും. ഇസഹാക്കിന്റെ മുലകുടി നിർത്തൽ ചടങ്ങ് ആഘോഷിക്കുന്ന ആ രാത്രിയിൽ അവിടെ സംഘർഷം പൊട്ടി പുറപ്പെട്ടു. ദാസിയായ ഹാഗറിനെയും മകൻ ഇസ്മായിലിനെയും പുറത്താക്കണമെന്ന് സാറ അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അബ്രഹാം വളരെ നിരാശനായി. തൻ്റെ രക്തത്തിൽ പിറന്ന മകനെയും അവൻ്റെ അമ്മയെയും മരുഭൂമിയിലേക്ക് അയക്കണമെന്ന തോന്നൽ അവനെ വല്ലാതെ നിരാശനാക്കി. എന്നാൽ ദൈവം ഇടപെട്ട് പറഞ്ഞു, നീ ആ ബാലനെക്കുറിച്ചോർത്ത് ദുഃഖിക്കണ്ട, ഇസഹാക്കിലൂടെ നിന്റെ സന്തതിയെ കണക്കാക്കുമെന്ന് ദൈവം അരുൾ ചെയ്തു. ദാസിയുടെ മകനെയും ഞാനൊരു ജനതയാക്കി മാറ്റും, കാരണം അവൻ നിന്റെ സന്തതിയാണ്. പിറ്റേ ദിവസം രാവിലെ ഹാഗറിനും ഇസ്മായിലിനും വയറു നിറച്ച് അപ്പവും വെള്ളവും നൽകി മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ആ അമ്മയും കുഞ്ഞും ബേർഷേവ മരുഭൂമിയിലൂടെ ലക്ഷ്യമില്ലാതെ നടന്നുകൊണ്ടേയിരുന്നു. അവസാന തുള്ളി വെള്ളം തീരുന്നിടം വരെയും അവർ നടന്നു. ദാഹജലം കിട്ടാതെ തളർന്നു വീണ ഇസ്മായിലിനെ മരുഭൂമിയിലെ ഒരു കുറ്റിച്ചെടിയുടെ ചുവട്ടിൽ കിടത്തി മരണം കാണാൻ നിൽക്കാതെ ഹാഗർ നടന്നകന്നു. എന്നാൽ ഇസ്മായിലിന്റെ നിലവിളി ദൈവം കേട്ടു. ദൈവം സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ ഹാഗറിനെ വിളിച്ചു. ദൈവം നിന്റെ മകന്റെ വിളി കേട്ടിരിക്കുന്നു. നീ ഇസ്മായിലിന്റെ കൈപിടിച്ച് ഉയർത്തുക, കൈപിടിച്ച് നടക്കുക എന്ന് പറഞ്ഞു. ഞാൻ അവനെ വലിയൊരു ജനതയാക്കും. ഹാഗറിന്റെ മുമ്പിൽ ഒരു നീരുറവ പ്രത്യക്ഷപ്പെട്ടു. ഇസ്മായിലിന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. ഇസ്മായിൽ മരുഭൂമിയിൽ വളർന്നു. പാരാൻ എന്ന പ്രദേശത്ത് താമസിച്ചു. അവന്റെ അമ്മ ഈജിപ്തിൽ നിന്നും അവന് വേണ്ടി ഭാര്യയെ കണ്ടെത്തി. ദൈവത്തിന്റെ വാഗ്ദാനം പോലെ അവന് 12 ആൺമക്കൾ പിറന്നു. അവർ 12 ഗോത്രങ്ങളുടെ പ്രഭുക്കന്മാരായി മാറി. ഹവീല മുതൽ ഈജിപ്തിനടുത്തുള്ള ഷൂർ വരെ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. ഈ പ്രദേശങ്ങൾ അറേബ്യൻ ഉപദ്വീപിന്റെ ഹൃദയ ഭാഗങ്ങളാണ്. എന്നാൽ ഇസഹാക്കിന്റെ പിന്മുറക്കാരുമായി പടപൊരുതിയും പിരിമുറുക്കങ്ങളിലൂടെയാണ് ഇസ്മായിലിന്റെ സന്തതികൾ മുന്നോട്ട് ജീവിച്ചു വന്നത്. ദൈവത്തിന്റെ ഉടമ്പടി പോലെ മുഖാമുഖം ജീവിക്കുന്ന 2 പുത്രന്മാർ, അവരുടെ 2 വലിയ ജനതകൾ. ഇസ്മായിൽ അറബ് ജനതയുടെ മഹാനായ ഗോത്ര തലവനായി മാറി. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇസ്രയേലിന് നിയമം ലഭിച്ചു. ദേവാലയം പണിതു. യേശുവിന്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചു. അതേസമയം ഇസ്മായിലിന്റെ മക്കൾ മരുഭൂമിയിൽ പെരുകി വന്നു. യെശയ്യാവ് പറഞ്ഞ പോലെ കേദാർ പോലുള്ള ഗോത്ര വർഗങ്ങൾ വടക്കൻ അറേബ്യയിൽ ആകെ വ്യാപിച്ചു. നാടോടികളായ അവർ ചിതറിക്കിടക്കുന്ന ഗോത്ര വർഗങ്ങളായിരുന്നു. അവരുടെ പ്രധാന നഗരം മക്കയായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ പ്രധാന ഗോത്രം ഖുറൈശികളായിരുന്നു. കബഅ എന്ന ആരാധനാലയം അവിടെ പരിപാലിച്ചു വന്നിരുന്നു. ഈ ഗോത്രവർഗങ്ങളുടെ എല്ലാം ആരാധനാ കേന്ദ്രം കബഅയായിരുന്നു. കബഅയിൽ ഏതാണ്ട് 360ഓളം വിഗ്രഹങ്ങളെ വെച്ചാണ് ഈ അറബ് ഗോത്രവർഗങ്ങൾ ആരാധന നടത്തി വന്നിരുന്നത്. അബ്രഹാമിന്റെ പൂർവികരായവർ തൻ്റെ ഏകദൈവ വിശ്വാസത്തെ മറന്ന് വിഗ്രഹ ആരാധനയിലും ബലിതർപ്പണം പോലുള്ള അന്ധവിശ്വാസങ്ങളിലും മുഴുകി. എന്നാൽ 570-ൽ ഈ ആചാരങ്ങളെല്ലാം മാറ്റിമറിക്കാൻ തക്ക ഒരു മനുഷ്യൻ ഖുറൈശി ഗോത്രത്തിൽ പിറന്നു. മുഹമ്മദ് ഇബ്നു അബ്ദുള്ള, പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് അറിയപ്പെട്ടു. വളരെ ചെറുപ്പത്തിൽ തന്നെ അനാഥനായി മാറിയ
മുഹമ്മദ് നാടോടികൾക്കൊപ്പം നടന്നും വ്യാപാരങ്ങൾ പഠിച്ചും വിഗ്രഹാരാധന കണ്ടുമൊക്കെയാണ് മുഹമ്മദ് വളർന്നത്. മുഹമ്മദ് 40-ാമത്തെ വയസ്സിൽ ഒരു ഗുഹയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന് പിന്നീട് പറഞ്ഞു. ദൂതൻ മുഹമ്മദിനോട് പറഞ്ഞു, ഏക ദൈവമേ ഉള്ളൂ, എല്ലാ പ്രതിമകളെയും വ്യാജ ദൈവങ്ങളെയും നശിപ്പിക്കപ്പെടണമെന്ന്. മുഹമ്മദ് ഒരു ദൈവമേ ഉള്ളൂവെന്ന് പ്രസംഗിച്ചു നടന്നു. എല്ലായിടത്തും പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അവന് അള്ളാഹു എന്ന് പേരും നൽകി. വിഗ്രഹാരാധന നിർത്തണമെന്ന് മുഹമ്മദ് പ്രസംഗിച്ചു. എന്നാൽ തൻ്റെ നാട്ടിലെ ആളുകൾ പോലും മുഹമ്മദിനെ വിശ്വസിക്കുവാൻ തയ്യാറായില്ല. എന്നാൽ മുഹമ്മദിനെ ക്രൂരമായി പീഡിപ്പിക്കുകയും മുഹമ്മദിൻ്റെ അനുയായികളെയും മുഹമ്മദിനെയും മക്കയിൽ നിന്നും നാടുകടത്തുകയും ചെയ്തു. മുഹമ്മദും അനുയായികളും മദീനയിലേക്ക് പലായനം ചെയ്തു. മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി ശത്രുക്കളായിരുന്ന അറബ് ഗോത്രങ്ങൾ ഒന്നിക്കുവാൻ തുടങ്ങി. മുഹമ്മദിൻ്റെ കീഴിൽ ഏകദൈവ വിശ്വാസികളായി എല്ലാവരും ഒന്നിക്കപ്പെട്ടു. 10,000-ഓളം പേരുടെ സൈന്യവുമായി മുഹമ്മദ് മക്കയിലെത്തി. കബയിൽ പ്രവേശിച്ച മുഹമ്മദ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വിഗ്രഹങ്ങളും അടിച്ചു തകർത്തു. ഇസ്ലാം മതം സ്ഥാപിച്ച മുഹമ്മദ് പിന്നീട് മരണപ്പെട്ടു. ഇസ്മായിലിൻ്റെ ജനതയെ ഒന്നിപ്പിച്ച് അവർക്കൊരു പുസ്തകവും ഒരു മതവും നൽകിയാണ് മുഹമ്മദിൻ്റെ ദൗത്യം പൂർത്തിയാക്കപ്പെട്ടത്. ഇസ്ലാം മതം രൂപീകരിക്കുന്നതിനും 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വാഗ്ദാനം നൽകിയത് നിറവേറ്റപ്പെട്ടു. അങ്ങനെയാണ് ഇസ്ലാം മതം ജനിച്ചതും ലോകത്താകെ പടർന്നതും. എന്നാൽ ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത, തൻ്റെ ജനത്തെ ഉപദ്രവിക്കുന്ന ഇസ്ലാം മതത്തെ എന്തിനാണ് ഇത്രത്തോളം ദൈവം ഉയർത്തിയത്? ഇതിനുള്ള കൃത്യമായ മറുപടി ബൈബിൾ പറയുന്നു. അതിനുള്ള കൃത്യമായ 3 കാരണങ്ങളാണ് ബൈബിൾ പറയുന്നത്. ഒന്നാമത്തെ കാരണം വിശ്വാസം പരീക്ഷിക്കുക എന്നതാണ്. തുടക്കത്തിൽ തന്നെ തൻ്റെ ജനത്തിൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ശബ്ദം ഉയർന്നു വരുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മോശെ അത് കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ്, നിങ്ങൾ അവനെ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കപ്പെടുകയാണ് എന്ന്. ഇസ്രയേലിൻ ജനത ബാലിനെ പോലെയുള്ള വ്യാജ ദൈവങ്ങളെ ആരാധിക്കുവാൻ പ്രലോഭിപ്പിക്കപ്പെട്ടതുപോലെ ഇന്നത്തെ സഭയും ജനങ്ങളും മറ്റു മതങ്ങളാൽ പരീക്ഷിക്കപ്പെടും. ഇസ്ലാം മതം ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനെ ദൈവപുത്രനായി അവർ അംഗീകരിക്കുന്നില്ല. ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു. അവർ ഒരു പ്രവാചകനായി മാത്രമാണ് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഉദയം യാദൃശ്ചികമായിരുന്നില്ല, ദൈവ പരീക്ഷണമായിരുന്നു അത്. ഇസ്രയേൽ ജനത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പരീക്ഷണം. ഇസ്മയിലൂടെയല്ല, ഇസ്ഹാക്കിലൂടെയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം നൽകപ്പെട്ടത് എന്ന് ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്നറിയുവാൻ ഇസ്മയിലിനെയും അവൻ്റെ ജനത്തെയും ദൈവം നിലനിർത്തി. രണ്ടാമത്തെ കാരണം ശിക്ഷണത്തിനും ന്യായവിധിക്കുമായുള്ള ഉപകരണമായി അവനതിനെ ഉപയോഗിക്കും എന്നതാണ്. അതിൻ്റെ അർത്ഥം ദൈവം ജനതയെ അനുഗ്രഹിക്കുക മാത്രമല്ല, ജനം വഴിതെറ്റുമ്പോൾ ഒരു ഉപകരണമായി ഉപയോഗിക്കുമെന്നും തിരുവെഴുത്ത് പറയുന്നു. ഇസ്രായേൽ ജനത ദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളെ വണങ്ങുകയും അവൻ്റെ വാഗ്ദത്തം മറക്കുകയും ചെയ്തു. കർത്താവ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അവരത് വകവച്ചില്ല. എന്നാൽ ദൈവം ഇസ്രായേലിൻ്റെ മേൽ പ്രവർത്തിച്ചു. ഭരണ മാറ്റങ്ങളിലൂടെയും രാജാക്കന്മാരുടെ മാറ്റങ്ങളിലൂടെയുമൊക്കെ ഇസ്രായേൽ ജനതയെ പഠിപ്പിച്ചു. വിശുദ്ധ നഗരമായിരുന്ന ജെറുസലേം പോലും നൂറ്റാണ്ടുകളായി മുസ്ലിം ഭരണത്തിൻ്റെ കീഴിൽ നിലനിന്നു. ഇസ്രായേലിൻ ജനതയെ വെല്ലുവിളിക്കുവാൻ ഇസ്ലാം ദൈവത്തിൻ്റെ കയ്യിലെ ചുറ്റികയായി മാറി. ബാബിലോണിയൻ സാമ്രാജ്യം തകർന്നു, പേർഷ്യ തകർന്നു, റോം പോലും തകർന്നുപോയി. ദൈവം ഇസ്ലാമിനെ അനുവദിച്ചതിൻ്റെ മൂന്നാമത്തെ കാരണം രാഷ്ട്രങ്ങൾ ചരിത്രത്തിലെ വെറും അടയാളങ്ങളല്ല എന്ന് ബൈബിൾ പറയുന്നു. അവർ മനുഷ്യരാശിയുടെ അവസാനത്തെ അധ്യായത്തിൻ്റെ ഭാഗമാണ്. പ്രവാചകന്മാർ വളരെ മുമ്പേ ഇത് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാർ ഇസ്രായേലിനെയും ക്രിസ്തുവിനെയും ആക്രമിക്കുവാൻ പോകുന്ന തക്ക രാഷ്ട്രങ്ങളുടെ സഖ്യമുണ്ടാകുമെന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് 1.8 ബില്യൺ ജനങ്ങളുള്ള ഇസ്ലാം മതത്തെ പ്രവചന ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ കഴിയില്ല. ഇസ്രായേലിൻ്റെ ചുറ്റും ഇസ്ലാം മത രാഷ്ട്രങ്ങൾ വളയുന്നു. ബൈബിൾ പറഞ്ഞത് നിറവേറുന്നു. അന്ത്യകാലത്തോടടുക്കുമ്പോൾ പേർഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന പ്രവാചന വചനങ്ങൾ യാഥാർത്ഥ്യമാവുന്നു. പ്രവാചകന്മാർ പറഞ്ഞ ആ പേർഷ്യയാണ് ഇന്നത്തെ ഇറാൻ. ഇന്നത്തെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നമ്മൾ നേരിൽ കാണുകയാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ ഇറാൻ മറ്റ് അറബ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ സമ്പത്തും അവരുടെ രാജ്യവും ഇറാൻ തകർത്തുകൊണ്ടിരിക്കുന്നു.
ഇത് ദൈവത്തിന്റെ പ്രവചനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാജ പ്രവാചകന്റെ കയ്യിലെ അവസാനത്തെ ആയുധമായിരിക്കാം ഇസ്ലാം എന്ന് നേരത്തെ കുറിച്ചു വച്ചിരിക്കുന്നു. മൃഗത്തെയും വ്യാജ പ്രവാചകനെയും തീയിലേക്ക് എറിഞ്ഞു കൊല്ലുമെന്നും മൃഗത്തെയും കള്ളപ്രവാചകനെയും തീയിലേക്ക് എറിഞ്ഞു കൊല്ലുമെന്നും രാജാക്കന്മാരുടെ രാജാവ് വാഴുമെന്നും നേരത്തെ പ്രവചിച്ച് വച്ചിരിക്കുന്നു.